ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ഒരു പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മൾ വീടിന്റെ അടുക്കള നിർമ്മിക്കുന്നു. ഇപ്പൊ അടുക്കള സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ അടുക്കള നിർമ്മിക്കുന്നു. അടുക്കള നിർമ്മിച്ച അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നിർമ്മിക്കുന്നു. അടുക്കള നിർമ്മിച്ചതിന് ശേഷം അവിടെ ചിമ്മിനി ഉണ്ടാക്കുന്നു. ചിമ്മിനി ഉണ്ടാക്കിയിട്ട് ചിമ്മിനിയുടെ മുകളിൽ അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാട്ടർ ടാങ്ക് വെക്കാനായിട്ട് വീട്ടിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ചിമ്മിനിയാണ്. അപ്പൊ ചിമ്മിനിയുടെ മുകളിൽ തന്നെ നമ്മൾ വാട്ടർ ടാങ്ക് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ പ്രകാരം രണ്ട് എലമെന്റ്സ് ആണത്. ഒന്ന് വാട്ടർ എലമെന്റും ഒന്ന് ഫയർ എലമെന്റും. ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് വന്ന് ചേരുകയാണ്. അപ്പം അത് അത്ര നല്ലതല്ല. ഒന്നൊന്നിനെ നശിപ്പിക്കുന്ന ഒരു സൈക്കിളിലേക്കാണ് അത് ചെന്നെത്തുന്നത്. അപ്പം ഒരു കാരണവശാലും ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് കൊടുക്കുന്നത് നല്ലതല്ല. മാത്രവുമല്ല, ഇതിൽ വരുന്ന മറ്റൊരു ദോഷം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം സൗത്ത് ഈസ്റ്റിലോ നോർത്ത് വെസ്റ്റിലോ ആണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും സൗത്ത് വെസ്റ്റ് കോർണർ ആണ്. സൗത്ത് വെസ്റ്റ് കോർണർ ആയിരിക്കണം ഉയർന്നു നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് വെസ്റ്റ് കോർണർ താന്നല്ലേ നിൽക്കത്തുള്ളൂ. ഈ ചിമ്മിനി നിൽക്കുന്നതും വാട്ടർ ടാങ്ക് നിൽക്കുന്ന ഭാഗം ഉയർന്നല്ലേ നിൽക്കത്തുള്ളൂ. അപ്പൊ ആ വീട് കന്നിമൂല കൊണ്ട് താന്നൊരു വീടായിട്ട് തന്നെ വരും. അപ്പൊ നമ്മൾ പുറമേ വീടിന്റെ വാസ്തുപരമായിട്ട് പുറമേ എല്ലാം കന്നിമൂല ഉയർത്തിയിടുകയും വീടിന്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് കന്നിമൂല കൊണ്ടുവന്ന് പൊക്കി വെക്കുകയും ചെയ്യുന്ന ആ കന്നിമൂല ഇത് വാട്ടർ ടാങ്ക് കൊണ്ട് വെക്കുമ്പോൾ കന്നിമൂല താന്ന് കിടക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചിലർ സ്റ്റെയർ കേസ് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇത് പറയുന്ന നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവന്ന് സ്റ്റെയർ കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം നോർത്ത് ഈസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ അത്തരം എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഭാഗം സൗത്ത് വെസ്റ്റ് തന്നെ ആയിരിക്കണം. ഇപ്പൊ റൂഫ് നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുകളിൽ കന്നിമൂല ഭാഗം ഉയർത്തുക. കന്നിമൂല ഭാഗം ഉയർത്തിയിട്ട് അതിന്റെ സ്ലോപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലോട്ട് സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴുകി നോർത്ത് ഈസ്റ്റിലോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വേണം എപ്പോഴും നമ്മൾ അത് കോൺക്രീറ്റിൽ പോലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ്. അപ്പോൾ കന്നിമൂല ഭാഗം എപ്പോഴും ഉയർത്തി നിർത്തി തന്നെ പണികൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് എപ്പോഴും വെയിറ്റ് കയറ്റുന്നത് വാസ്തുപ്രകാരം ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ വാട്ടർ ടാങ്ക് വെക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രകാരം സൗത്ത് വെസ്റ്റ് കോർണറാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. അവിടെ എപ്പോഴും ഒരു വെയിറ്റ് നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വെയിറ്റ് കയറ്റാനും പാടില്ല, നോർത്ത് ഈസ്റ്റ് കോർണറിൽ. അപ്പോൾ ആ ഭാഗത്ത് ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് ഇത്തരം ശ്രദ്ധകൾ നമ്മളെ സഹായിക്കുന്നതാണ്. കോഴിക്കോട് ഭാഗത്ത് നിന്നിട്ട് ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണി പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ സാറിന്റെ യൂട്യൂബ് പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാകുന്ന സമയത്ത് ഞാൻ വിളിക്കും, സാറ് വന്ന് എനിക്കിതൊന്ന് വീടൊന്ന് കറക്റ്റ് ചെയ്ത് തരണമെന്ന് എന്നെ കോഴിക്കോട് നിന്നൊരു സാറ് വിളിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ടൈമിലല്ല നമ്മൾ വിളിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വിളിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കതിൽ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം വീടിന്റെ ടൈലിന്റെ പണി തുടങ്ങുന്ന ഒരു അവസരത്തിലാണ് നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ടോയ്ലറ്റിനും ഓരോ റെമഡീസ് ഉണ്ട്. ഇപ്പൊ കിഴക്ക് ഭാഗത്ത് നിങ്ങളൊരു ടോയ്ലറ്റ് വെച്ചു. ഇപ്പോൾ ഫംഗ്ഷൻ പ്രകാരം കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വെക്കുകയാണെങ്കിൽ അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ടോയ്ലറ്റിന്റെ ടൈൽ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വൈറ്റ് ടൈൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന് ഒരു പരിധി വരെ ഈ വൈറ്റ് ടൈൽ ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ സൗത്തിൽ നിങ്ങൾ നിർമ്മിച്ചാക്കുന്ന ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് വെച്ചു, ആ ഭാഗത്ത് നിങ്ങൾ ബ്ലൂ ടൈൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനങ്ങനെ ഒരു റെമഡി ആവും. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ ഇത്തരം റെമഡികളും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലേക്ക് ചെയ്യാനും, പിന്നെ നിങ്ങൾക്ക് ഗാർഡനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വാട്ടർ പോണ്ടൊക്കെ വെക്കുമ്പോൾ അത് ഫംഗ്ഷൻ പ്രകാരം ഓരോ എലമെന്റിനെ ബേസ് ചെയ്തിട്ടും അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് വീട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ഒത്തിരി പ്രയോജനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളും കൂടെ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ച് ഉണ്ടാവും, ഒത്തിരി നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് അതുമൂലം സാധിക്കാനായിട്ട് സാധിക്കും. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആചാര്യ TVയുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക.